നമസ്കാരം. അറബിക്കടലിന്റെ മറുകരയിൽ ഇന്ന് കത്തുന്നത് വെറും എണ്ണപ്പാടങ്ങളല്ല, മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ചുള്ള ഭീതിയാണ്. ഒരു കാലത്ത് സമാധാനത്തിന്റെ തുറമുഖങ്ങളായി ലോകം കണ്ട ഗൾഫ് രാജ്യങ്ങളുടെ ആകാശത്ത് ഇന്ന് വീണ്ടും യുദ്ധവിമാനങ്ങളുടെ ഗർജനം മുഴങ്ങുകയാണ്. കുവൈറ്റും ബഹ്റൈനും ലക്ഷ്യമിട്ട് നടന്ന ആക്രമണങ്ങൾ ലോകത്തിന്റെ സാമ്പത്തിക നാഡിയെ പിടിച്ചുലയ്ക്കുന്ന മുന്നറിയിപ്പുകളാവുകയാണ്. മരുഭൂമിക്കാറ്റിലൂടെ ഉയരുന്ന പൊടിപടലങ്ങൾ പലപ്പോഴും കേരളത്തിന്റെ ജനാലകളിലും വന്ന് പതിക്കാറുണ്ട്. കാരണം ഗൾഫ് നാടുകളുമായി കേരളത്തിനുള്ള ബന്ധം ഭൂമിശാസ്ത്രത്തിന്റെ മാത്രം ബന്ധമല്ല, അത് ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ സ്വപ്നങ്ങളുടെയും ജീവിതങ്ങളുടെയും കൂടി ബന്ധമാണ്. അവിടെ ഒരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രതിധ്വനി പലപ്പോഴും മലയാളികളുടെ മനസ്സിലും കേൾക്കാറുണ്ട്. ഇന്ന് കുവൈറ്റിന്റെ ആകാശത്ത് ഉയരുന്ന പുകച്ചുരുളുകൾ ഒരു വിമാനത്താവളത്തിന്റെ മുറിവുകൾ മാത്രമല്ല പറയുന്നത്. മനുഷ്യൻ നിർമ്മിച്ച പുരോഗതിയുടെ ഗോപുരങ്ങൾ എത്ര ഉയരത്തിലായാലും യുദ്ധത്തിന്റെ ഒരു മിന്നൽ അവയെ ചാരമാക്കാൻ മതിയെന്ന സത്യമാണ് അവ ഓർമ്മിപ്പിക്കുന്നത്. ലോകം ആഗോളവൽക്കരണത്തിന്റെ സ്വപ്നം കാണുമ്പോൾ യുദ്ധം അതിർത്തികൾ മാനിക്കില്ല എന്ന് വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. കേരളത്തിലെ ഓരോ പ്രവാസി കുടുംബത്തിന്റെയും ഹൃദയമിടിപ്പെന്ന് ഗൾഫിന്റെ ദിശയിലേക്കാണ്. ആശങ്ക അനേകം വീടുകളെ ഉറക്കമില്ലാത്ത രാത്രിയിലേക്ക് തള്ളിവിടുന്നു. പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ കരാർ 57 ദിവസം പിന്നിടുമ്പോഴാണ് ഗൾഫ് മേഖലയെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തി കുവൈറ്റിനും ബഹ്റിനും നേരെ ഇറാന്റെ അതിരൂക്ഷമായ വ്യോമാക്രമണം. ഇന്ന് പുലർച്ചെ കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ 1-ാം ടെർമിനലിൽ ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുകയും മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബഹ്റിനിലെ തങ്ങളുടെ താവളങ്ങൾ തകർത്തുവെന്ന ഇറാന്റെ അവകാശവാദം അമേരിക്കൻ സൈന്യം തള്ളിയെങ്കിലും സുരക്ഷ മുൻനിർത്തി ബഹ്റിൻ തങ്ങളുടെ വ്യോമപാത താൽക്കാലികമായി അടച്ചുകഴിഞ്ഞു. യാത്രയ്ക്കായി വിമാനത്താവളത്തിലെത്തിയ മധ്യപ്രദേശ് സ്വദേശി മൻസൂർ അഹമ്മദ് റഹ്മാനാണ് സ്ഫോടനത്തിൽ മരിച്ചതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിമാനത്താവള ജീവനക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ആകെ 63 പേർക്കാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റത്. പരിക്കേറ്റവരിൽ 3 മലയാളികളാണെന്നും ഇതിൽ വിമാനത്താവളത്തിലെ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയും 2 യുവാക്കളും ഉൾപ്പെടുന്നുവെന്നുമാണ് ലഭ്യമാകുന്ന വിവരം. മലയാളികൾ ഉൾപ്പെടെ ആകെ 12 ഇന്ത്യക്കാർക്കാണ് പരിക്കേറ്റത്. ആക്രമണത്തെ തുടർന്ന് കുവൈറ്റിലേക്കുള്ള വ്യോമഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെടുകയും ഇത് ഇന്ത്യയിൽ നിന്നുള്ള ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകളെ ബാധിക്കുകയും ചെയ്തു. അമേരിക്ക നടത്തിയ മുൻ ആക്രമണങ്ങൾക്കുള്ള പ്രതികാരമായാണ് കുവൈറ്റിലെയും ബഹ്റിനിലെയും US സൈനിക താവളങ്ങൾ ലക്ഷ്യം വെച്ചതെന്ന് ഇറാൻ വിശദീകരിക്കുന്നു. തങ്ങളുടെ മണ്ണോ വ്യോമാതിർത്തിയോ മറ്റൊരു രാജ്യത്തിനെതിരെയും ആക്രമണം നടത്താൻ വിട്ടു നൽകിയിട്ടില്ല എന്ന് കുവൈറ്റ് ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ട്. സിവിലിയൻ കേന്ദ്രങ്ങളെ തകർത്ത ഇറാന്റെ നടപടിയെ സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. നയതന്ത്ര തലത്തിലുള്ള തിരിച്ചടിയായി കുവൈറ്റ് തങ്ങളുടെ രാജ്യത്തുള്ള 2 ഇറാൻ നയതന്ത്രജ്ഞരെ അടിയന്തരമായി പുറത്താക്കുകയും ചെയ്തു. ഇതൊരു രാജ്യത്തിന്റെ മാത്രം പ്രതിസന്ധിയല്ല. എണ്ണവില, വ്യാപാരം, തൊഴിൽ, യാത്ര, നിക്ഷേപം എല്ലാം പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഈ കാലത്ത് ഗൾഫിൽ ഉയരുന്ന യുദ്ധമേഘങ്ങൾ ഇന്ത്യയെയും കേരളത്തെയും സാമ്പത്തികമായും സാമൂഹികമായും ബാധിക്കാവുന്ന പ്രത്യാഘാതങ്ങളുടെ സൂചനയാണ്. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു കാര്യമാണ്: യുദ്ധം തുടങ്ങുന്നത് അതിർത്തികളിലാണെങ്കിലും അതിന്റെ വേദന അവസാനിക്കുന്നത് സാധാരണ മനുഷ്യരുടെ വീടുകളിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകം ചോദിക്കേണ്ട ചോദ്യം ആരാണ് ജയിക്കുക എന്നതല്ല, ഈ തീയിൽ നിന്ന് മനുഷ്യരാശിയെ എങ്ങനെ രക്ഷിക്കാം എന്നതാണ്. മരുഭൂമിയിൽ കത്തുന്ന തീയുടെ ചൂട് കടൽ കടന്ന് എത്താതിരിക്കട്ടെ, സമാധാനത്തിന്റെ അവസാന വിളക്ക് കെടുത്താതിരിക്കട്ടെ. കാരണം യുദ്ധത്തിന്റെ ആദ്യ ഇരയും അവസാന ഇരയും മനുഷ്യരാണ്.